ശീലം എന്ന് പറഞ്ഞാൽ എന്താണത്? ഹാബിറ്റ്. വാട്ട് ഇസ് ഹാബിറ്റ്? ഹാബിറ്റ് ഈസ് എ റിപ്പീറ്റഡ് ആക്ഷൻ. മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പല ഹാബിറ്റുകളില്ലേ, റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് വന്ന പല സങ്കടങ്ങളില്ലേ, അതാ കഷ്ടത, സഹന. പല കാലങ്ങളിൽ ഒരേ വിഷയത്തിൽ നമ്മൾ പല കാര്യങ്ങളിൽ ഇങ്ങനെ സഹനത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ വന്നു വരുമ്പോഴാണ് നമുക്ക് ആ സഹനത്തിൽ നിന്ന് നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മോചനം കിട്ടിയ അനുഭവങ്ങൾ നമുക്കുണ്ടാവും. ആ മോചനം കിട്ടിയ അനുഭവങ്ങളാണ് പ്രത്യാശയുടെ ആസ്പദങ്ങളെന്ന് പറയുന്നത്. പണ്ട് നമ്മൾ വിശ്വസിച്ചു, അപ്പോൾ നമുക്ക് സഹനം വന്നു. ആ സഹനത്തിൽ നമ്മൾ ദൈവത്തെ കക്ഷി ചേർത്തു, പ്രാർത്ഥന കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ. അതിൽ നമുക്ക് ഡെലിവറായി, നമ്മളവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്കത് വിശ്വാസമായി, അപ്പോൾ അതൊക്കെ അനുഭവമായി. അപ്പം അങ്ങനെ വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ആണ് ഇപ്പം അതല്ലേ നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹം ഉള്ളത് കൊണ്ട് കണ്ട. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന സാക്ഷികളാണ്. ഫെബ്രുവരി 12:1 എടുത്തേ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. അപ്പൊ നമ്മുടെ അനുഭവങ്ങൾ, പ്രത്യാശ ആസ്പദങ്ങള് നമ്മുടെ പൂർവ്വകാല ദൈവാനുഭവങ്ങൾ മാത്രമല്ല, മറ്റുള്ള വിശുദ്ധന്മാരുടെ പൂർവ്വകാല അനുഭവങ്ങളും അവർക്ക് കിട്ടിയിട്ടുള്ള ദൈവാനുഭവങ്ങളും നമ്മുടെ പ്രത്യാശയുടെ ആസ്പദമാണ്. പക്ഷേ ഇതൊരു മെച്യൂർ ക്രിസ്ത്യനാണ്, കുറച്ചുകൂടി ഗ്രോണപ്പായി. എങ്ങനെ ഗ്രോണപ്പായി? അത് വചനത്തിലും പാരമ്പര്യത്തിലും അവർ ഗ്രോണപ്പായിരിക്കുന്നതാണ് മെച്യൂർ ക്രിസ്ത്യൻസ്. അവന് പാരമ്പര്യമുണ്ട്. പ്രവാചകന്മാർക്കും സഹോദരങ്ങൾക്കും നേരത്തെ ഉണ്ടായിട്ടുള്ള സഹനങ്ങളിൽ നിന്ന് അവർ വീണ്ടെടുത്തത് നമുക്ക് ആസ്തിയാണ്. അതുപോലെ നമ്മുടെ തന്നെ പൂർവ്വകാല അനുഭവങ്ങളിലൂടെയും ദൈവത്തെ അനുഭവിച്ച ആസ്തിയാണ്. അതാണ് പ്രത്യാശ. ഇനി അതൊക്കെ രണ്ടും ഉണ്ടെങ്കിലും 60 മേനിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനി എന്താ വരണത്? 100 മേനിയുണ്ട്. അതെന്താണ്? സ്നേഹം. നമ്മൾ ആദ്യം വിശ്വാസത്തിൽ വിതക്കുന്നവർ 30 മേനി, പ്രത്യാശ വിതക്കുന്നവർ 60 മേനി. പിന്നെന്താ പറഞ്ഞത്? സ്നേഹത്തിൽ വിതക്കുന്നത്. അതാണ് ഈ 100 മേനി എന്ന് പറയുന്നത്. ഒരു വിത്തിട്ട ഞാറ് കിട്ടുമ്പോൾ 100 വിത്തുകൾ നമുക്ക് കിട്ടും. ഗലാത്യർ 5:6 സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ